സാറിൻ്റെ ഫോണൊന്ന് തരാമോ? ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഉമ്മയുടെയും വാപ്പയുടെയൊക്കെ നമ്പർ സേവ് ചെയ്തിട്ടുണ്ടോ? എന്തെന്നാ സേവ് ചെയ്തേക്കണേ? ഉമ്മ, വാപ്പ രണ്ടുപേരും ഹയാത്തിലുണ്ടോ ഇപ്പോൾ? അവരുടെ കോൾ ഇങ്ങനെ വരുമ്പോൾ വലിയ സന്തോഷം തോന്നാറില്ലേ? ഇവരൊക്കെ ഇല്ലാതായതിനു ശേഷം ഈ നമ്പർ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ ഒരവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലേ ഞാൻ എൻ്റെ ഫോണിങ്ങനെ ജസ്റ്റ് കോൾ ലിസ്റ്റൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ സേവ് ചെയ്തൊരു കോൺടാക്റ്റ് ഉണ്ടായിരുന്നു. വാപ്പിച്ചി എന്നാണ് ഇട്ടേച്ച്, എൻ്റെ വാപ്പിച്ചിയുടെ നമ്പറാണ്. അപ്പോൾ നമ്പർ ഇങ്ങനെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിലിങ്ങനെ ഉടക്കി, ആരായിരിക്കും ഇപ്പോൾ അത് കൈകാര്യം ചെയ്യുന്നത്? അപ്പം ഞാൻ വേഗം ആ നമ്പറിലൊന്ന് കോൾ ചെയ്ത് നോക്കി. ആദ്യത്തെ തവണ റിങ് ചെയ്തു, എടുത്തില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് കോൾ വന്നു. അപ്പം ഞാൻ വേഗം ചാടിയെടുത്തിട്ട് അറിയാതെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു പോയി. അപ്പോൾ അതേതൊരു ഭായിയായിരുന്നു. ക്യാ എന്ന് ചോദിച്ചിട്ട് അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിലുണ്ടായൊരു വിങ്ങൽ, അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമാണ്. നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു പാഠം എന്താണെന്ന് വെച്ചാലേ, ഈ വാപ്പായും ഉമ്മായും ജീവിച്ചിരിക്കെ നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അവരെ സന്തോഷിപ്പിക്കുക, അവരെ വിളിക്കുക. ചിലപ്പോൾ നമ്മുടെ വിളിക്ക് വേണ്ടി അവരിങ്ങനെ കാതോർത്തിരിപ്പുണ്ടാവും. ഇപ്പം ഞാൻ കൊതിച്ച സമയത്തൊന്ന് വിളിച്ചു നോക്കിയപ്പോൾ കേൾക്കാൻ കഴിയാത്തൊരു ലോകത്തേക്ക് അവർ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും അവരെ ചേർത്ത് പിടിക്കാൻ നമ്മൾ ശ്രമിക്കണം. അവർ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അതുപോലൊരു ബന്ധം നമുക്ക് എവിടെ നിന്നും കെട്ടിപ്പടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് പുറത്തു കൊടുക്കട്ടെ.